ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് ബിജു വർഗീസ് പാസ്റ്റർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അദ്ദേഹം ചർച്ചക്കോടിലെ ചെറുപ്പക്കാരനായ ഒരു കർത്തദാസനാണ്. അദ്ദേഹത്തിന് ക്യാൻസറാണ്. അദ്ദേഹത്തിന് കീമോ എടുക്കാനുള്ള സാമ്പത്തികമില്ലാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉള്ളത്. അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് അന്നത്തെ ചെലവനുസരിച്ച് 14 ലക്ഷം രൂപയായിരുന്നു അദ്ദേഹത്തിന് ആവശ്യമായിരുന്നത്. ഈ വീഡിയോ ഇട്ട സമയങ്ങളിൽ വളരെ പ്രയാസത്തിലും ആയിരുന്നു അദ്ദേഹം. ചികിത്സ മുടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതനുസരിച്ച് ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് പ്രിയ ദേവദാസിന്റെ അക്കൗണ്ടിൽ പാസ്റ്റർ എന്നോട് പറഞ്ഞ കണക്കനുസരിച്ച് 10,20,000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ലോകത്തിന്റെ വിവിധമായ ഭാഗങ്ങളിൽ നിന്ന് അയച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ചികിത്സ നടക്കുന്നത്. ആ പൈസയിൽ നിന്ന് കുറെ പൈസകൾ അദ്ദേഹം കടം വീട്ടാനുണ്ടായിരുന്ന വീട്ടിൽ, മോന് ഫീസ് അടയ്ക്കാനുണ്ടായിരുന്ന, മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന്റെ കുറച്ച് പൈസ ഫീസ് അടച്ചു. പിന്നെ കുറച്ച് പൈസ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോഴും അദ്ദേഹത്തിന് ചികിത്സ നടക്കുന്നു. നേരത്തെ എടുത്തുകൊണ്ടിരുന്ന കീമോയിൽ നിന്ന് ഇരട്ടി ഡോസുള്ള കീമോയാണ് ഇപ്പോഴദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇരട്ടി പൈസയും അദ്ദേഹത്തിന് ആകുന്നുണ്ട്. അദ്ദേഹം ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ മംഗലാപുരത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടാണ്, വാടകയ്ക്ക് താമസിക്കുന്ന സ്ഥലം, ചികിത്സയ്ക്ക് വേണ്ടി വാടകയ്ക്കെടുത്ത സ്ഥലത്താണ് ഞാൻ പോയി വീഡിയോ എടുക്കുന്നത്. അദ്ദേഹം വളരെ നിരാശയിലായിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെറിയ കാര്യമല്ല, ഒരു വലിയ കാര്യമാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനില്ലാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാൻ കഴിയാത്തവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ജപ്തി ഭീഷണിയിലായിരിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കുന്നു എന്നെനിക്കറിയില്ല. പക്ഷെ ഉണ്ട്. ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ ദൈവം നമുക്ക് തന്നതാണ് നമുക്കുള്ളതെല്ലാം. നമ്മളാരും മരിക്കുന്ന സമയങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. പക്ഷെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മയിൽ നിന്ന് എന്തെങ്കിലും മറ്റുള്ളവർക്ക് നമ്മൾ നൽകുമ്പോൾ അവർ സന്തോഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെയുള്ള വീഡിയോകൾ എടുക്കുമ്പോൾ മറ്റ് ആരെങ്കിലും സഹായങ്ങൾ ലഭിക്കുന്നവരുടെ വീഡിയോ ഞാൻ എടുക്കാറില്ല. എന്നാൽ സമൂഹത്തിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ടവരും ആരും അറിയാത്തവരും വിദേശങ്ങളിലോ മറ്റും യാതൊരു ബന്ധങ്ങളുമില്ലാത്തവരുടെ വീഡിയോ ആണ് ഞാൻ ഇടാറുള്ളത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെയുള്ളവരുടെ ഭാരങ്ങൾ കേൾക്കാനോ അവരോടൊന്ന് മനസ്സ് തുറക്കാനോ അവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുക്കാനോ ഒന്നും ആരുമില്ലാത്ത സാഹചര്യത്തിലുള്ളവരെയാണ് ഞാൻ പോയി നമ്മൾ പോയി വീഡിയോ എടുക്കാറുള്ളത്. പക്ഷെ പ്രിയമുള്ളവരൊക്കെ നിങ്ങൾ ആ വിഷയം കണ്ട് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ശുശ്രൂഷ ഇതുവരെയും മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. ഞാൻ പലപ്പോഴും വളരെ രാത്രിയിൽ ഒക്കെയാണ് അവിടെ ചെന്ന് ചേരുന്നത്, യാത്രയൊക്കെ ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം ഇട്ട സോമഭാസ്റ്റർ വീഡിയോയിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ രാത്രി 2 മണിയായി. 2:45 സമയത്താണ് ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നത്. ചിലപ്പോൾ അർദ്ധരാത്രി ആയിരിക്കാം, ചിലപ്പോൾ 4 മണിക്കായിരിക്കും, ചിലപ്പോൾ 5 മണിക്കായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഞാൻ അവിടെ പോയി പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ നിസ്സഹായമായ അവസ്ഥ ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട്. പ്രിയമുള്ളവരെ, രാത്രിയിൽ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിലുള്ള ഒരുപാട് പേര്, രാത്രിയിൽ രോഗം ബാധിച്ച്, ക്യാൻസർ മുതലായ രോഗം ബാധിച്ച് വേദനയോടെ കഷ്ടപ്പെടുന്ന അനേകരെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഒത്തിരി സങ്കടങ്ങൾ ഉണ്ടാകാറുണ്ട്. എങ്കിലും എനിക്കുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രാർത്ഥനയും സഹായവുമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി കൈകോർക്കാം, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഇങ്ങനെയുള്ളവരെ സഹായിക്കാം. പ്രത്യേക
പ്രിയ പാസ്റ്ററുടെ ജോർഗീസ് പാസ്റ്ററുടെ പേരുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.